ഒരു നീതിയുമില്ലാത്ത, നാട്ടിൽ ആരെയും കോടതിയും പോലും പേടിയില്ലാത്ത തരത്തിലുള്ള നിലപാടുകളാണ് പാലിയേക്കരയിൽ ഈ ടോൾ ഏജൻസി നടപ്പിലാക്കുന്നത് എന്ന് സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. എത്രയെത്ര കണക്കുകൾ നമ്മൾ കേട്ടതാണ്. എങ്ങനെയാണ് പാലിയേക്കരയിൽ നിന്ന് ഈ കോടികൾ കൊള്ള ചെയ്തു കൊണ്ടുപോകുന്നത് എന്നത് തന്നെയാണ് പറയുന്നത് എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ടോൾ പിരിവ് തുടങ്ങിയിട്ട് 14 വർഷമാവുകയാണ്. 14 വർഷമായി പാലിയേക്കരയിൽ ടോൾ പിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ കാലയളവിൽ പിരിച്ചെടുത്തത് ഏതാണ്ട് 1500 കോടി രൂപയാണ് എന്നുള്ളതാണ് കണക്കുകൾ. ഈ 1500 കോടി രൂപ എന്ന് വിശദീകരിക്കുമ്പോൾ തന്നെ ഫാസ്ടാഗ് വന്നതിന് ശേഷമാണ് കൃത്യമായ കണക്കുകൾ വന്നു തുടങ്ങിയത്. അതിനു മുൻപ് എത്ര വാഹനങ്ങളിൽ നിന്ന് പിരിക്കുന്നുണ്ട്, എത്ര രൂപ പിരിക്കുന്നുണ്ട്, ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളിൽ നിന്ന് എത്രയാണ് ഈടാക്കുന്നത്, അതിൽ എത്ര കണക്കിൽ കാണിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു കൃത്യതയും ഉണ്ടായിരുന്നില്ല. ഫാസ്ടാഗ് വന്നതിന് ശേഷമുള്ള കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 1500 കോടി രൂപയ്ക്ക് മുകളിൽ പിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ശരാശരി ദൈനംദിന യാത്രാ നിരക്ക് 5.33 ലക്ഷം എന്ന നിരക്കാണ് പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്ന് പിരിച്ചെടുക്കുന്നത്. ഒരു ദിവസം 5.33 ലക്ഷം രൂപ. ഒരു മാസം ശരാശരി 16.3 കോടി രൂപയാണ് യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്നത്. പ്രതിദിനം 42,000-നടുത്ത് വാഹനങ്ങളാണ് ഈ വഴി കടന്നു പോകുന്നത്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് 925 കോടി രൂപയാണ് പിരിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് 925 കോടി രൂപ പിരിച്ചിട്ടുണ്ട്. അതിനു മുൻപ് ഈ ഫാസ്ടാഗ് സംവിധാനമൊക്കെ നിലവിൽ വരുന്നതിന് മുൻപ് എത്ര രൂപ പിരിച്ചിട്ടുണ്ട് എന്ന് സംബന്ധിച്ച് കൃത്യം ആധികാരികമായ കണക്കൊന്നുമില്ല. ഏറെക്കുറെ ശരാശരി കണക്കുകളൊക്കെയാണ്, അല്ലെങ്കിൽ ടോൾ കമ്പനി പുറത്തുവിടുന്ന കണക്കുകൾ, അവരുടേത് മാത്രമായ കണക്കുകളൊക്കെയാണ് പുറത്തുള്ളത്. വാർഷിക പിരിവ് പതിവായി ഏതാണ്ട് 100 കോടി രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട്. 14 വർഷം കൊണ്ട് 1500 കോടിക്ക് മുകളിൽ വരുന്നത് ഇങ്ങനെയാണ്. ഇനി 2024 മാത്രം പിരിച്ചത്, നമ്മൾ നേരത്തെ പറഞ്ഞു വാർഷിക കണക്ക് 100 കോടിക്ക് മുകളിലാണെങ്കിൽ 2024 മാത്രം ഈ പാതയിൽ നിന്ന് ടോൾ കമ്പനി പിരിച്ചെടുത്തത് 188.94 കോടി രൂപയാണ്. എന്നിട്ടാണ് അടിസ്ഥാന യാത്രാ സൗകര്യം പോലും ലഭിക്കാത്ത തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും കടകവിരുദ്ധത.